അപ്പോൾ നമ്മൾ പല ടൈപ്പ് AIസിനോട് ചോദിച്ചിട്ട് ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഹൗസ് ജനറേറ്റ് ചെയ്യാൻ പറയുകയാണ്, അതിൻ്റെ ഒരു പിക്ചർ ജനറേറ്റ് ചെയ്യാനാണ്. ആൻഡ് നമുക്ക് കുറേ AIs അവൈലബിൾ ആണ്. അതിൽ പോപ്പുലർ ആയിട്ടുള്ള 4 AI യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിക്ചേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നേരെ ChatGPT യൂസ് ചെയ്തിട്ട് നമുക്ക് പിക്ചർ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റാണ് നമ്മൾ ChatGPT കൊടുക്കുന്നത്. ഈ പ്രോംപ്റ്റ് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ആൻഡ് ഇതാണ് നമ്മൾ പിക്ചർ ജനറേറ്റായി വന്നത്. ഈ പിക്ചർ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക. ഇത് അത്യാവശ്യം അടിപൊളിയാണ്. നമ്മൾ അടുത്തായിട്ട് പിക്ചർ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ലിയനാർഡോ ഡാവിഞ്ചി എന്നാണ് ആപ്പിൻ്റെ പേര്. ആൻഡ് ഈ ആപ്പ് വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. ChatGPT പെട്ടെന്ന് പറഞ്ഞു തീർക്കും, കാരണം ChatGPT അത്യാവശ്യം അഡ്വാൻസ് ആയിട്ടുള്ളൊരു AI ആണ്. ആൻഡ് ChatGPTയോട് നമ്മൾ ജസ്റ്റ് നോർമൽ ഭാഷയിൽ സംസാരിച്ചാൽ തന്നെ അല്ലെങ്കിൽ പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടും. പിന്നെ ബാക്കി കാണിക്കുന്ന AIs എന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറച്ചും കൂടി നോളജ് വേണം. കുറച്ചും കൂടി പ്രോംപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി നോളജ് ഉള്ളവർക്ക് മാത്രമേ നമ്മൾ ഇമാജിനേഷൻ പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ നോക്കുന്നത് ChatGPT കൊടുത്ത സെയിം പ്രോംപ്റ്റിനെ നമ്മൾ ഈ ബാക്കിയുള്ള AIസിനും കൊടുക്കാൻ പോകുന്നത്. സോ അതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ആ ChatGPT പിക്ചേഴ്സ് ജനറേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ലിയോനാർഡോ ഡാവിഞ്ചിൻ്റെ പിക്ചേഴ്സ് നോക്കാം. അപ്പോൾ നമ്മൾ സെയിം പ്രോംപ്റ്റിനെ നമുക്ക് ലിയോനാർഡോ ഡാവിഞ്ചിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പിക്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 4 പിക്ചേഴ്സ് കിട്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിക്ചേഴ്സ് തന്നെയാണ്. നമുക്കിനി അടുത്ത ഇതിലോട്ട് പോകാം. നമുക്ക് മെറ്റാ AIൻ്റെ എങ്ങനെയുണ്ട് നോക്കാം. വാട്സപ്പിലൊക്കെയുള്ള മെറ്റാ AI. അപ്പോൾ നമ്മൾ സെയിം പ്രോംപ്റ്റിൻ്റെ മെറ്റാ AIക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മെറ്റാ AI എങ്ങനെയാണ് ഫോട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. മെറ്റാ AI പറഞ്ഞാൽ ChatGPTയെക്കാളും നല്ല ഫാസ്റ്റാണ്. ChatGPT പറഞ്ഞാൽ 1-2-3 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ ഇത്ര നേരം കാണിച്ച AIസിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള നമ്മളെ മെറ്റാ AI തന്നെയാണ്. അപ്പോൾ അടുത്ത നമ്മൾ ജനറേറ്റ് ചെയ്യാൻ കോപ്പൈലറ്റ് AI വെച്ചിട്ടാണ്. കോപ്പൈലറ്റ് AIയിൽ പിക്ചേഴ്സ് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പിക്ചറും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആയി വന്നത്. ആൻഡ് ഇതും എല്ലാത്തിനും പോലെ കുഴപ്പമില്ലാത്തൊരു പിക്ചർ തന്നെയാണ്. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ AI ആപ്ലിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. മെറ്റാ AIൻ്റെ വെച്ച് മെറ്റാ AI നമ്മുടെ വാട്സപ്പിലുള്ള ഒരു AI ആയതുകൊണ്ട് അതിൻ്റെ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു ആനിമേഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. That's it.